അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈം മിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ പശ്ചാത്തപിക്കാൻ മറക്കരുത്, മടിക്കരുത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മനുഷ്യരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ചെറുതും വലുതുമായ പല തെറ്റുകളും സംഭവിക്കാം. ഒരു തെറ്റും സംഭവിക്കാതെ സൂക്ഷിച്ച് ജീവിക്കൽ നമ്മുടെ കടമയാണ്. എന്നാൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും നമ്മളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. ഒരു തെറ്റും സംഭവിക്കാത്ത ഒരു വിഭാഗം ആര് മാത്രമേ ഉള്ളൂ? അത് അംബിയ മുർസലീങ്ങൾ മാത്രമേ ഉള്ളൂ. ഔലിയാക്കളോ ലക്ഷക്കണക്കിനായ ഔലിയാക്കളില്ലേ, അവരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിച്ച് വിലായത്ത് വരെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ഔലിയാക്കളുണ്ട്. അങ്ങനെ ഔലിയാക്കളിൽ നിന്ന് പോലും തെറ്റുകൾ സംഭവിക്കാമെങ്കിൽ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തായാലും തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് എല്ലാവരും ഈ ക്ലാസ് പൂർണ്ണമായും കേൾക്കണം. കാരണം നമുക്കത് ഉപകാരപ്പെടുമെന്നത് തീർച്ചയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നല്ലവരായി ജീവിക്കാനുള്ള ഒരു പരിഹാരം എന്താണ്? ഇൻഷാ അള്ളാഹ് അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ അംബിയ മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തെറ്റുകളും സംഭവിക്കുകയില്ല, ഒരു പാപങ്ങളും അവർക്ക് സംഭവിക്കുകയില്ല. അവർ പാപ സുരക്ഷിതരാണ്. എന്നാൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നമ്മൾ വർദ്ധിപ്പിക്കണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കറാഹത്ത് പോലും സംഭവിക്കാത്തവരാണ്. എന്നിട്ട് പോലും എല്ലാ ദിവസവും 100 പ്രാവശ്യം അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലിയിരുന്നു. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ചെല്ലണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 പ്രാവശ്യം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പാപികളായ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലേണ്ടി വരും? ഇനി അതവിടെ ഇരിക്കട്ടെ, ഒരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെല്ലണ്ടേ? 100 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് എല്ലാ ദിവസവും എൻ്റെ പ്രിയമുള്ള സഹോദരിമാരും ഉമ്മമാരും പ്രിയമുള്ള ഉപ്പമാരും സഹോദരന്മാരും ഒക്കെ ചൊല്ലണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. എന്നോടും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ തൗബ ചെയ്യണം. തൗബ ചെയ്യുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് നമ്മൾ തൗബ ചെയ്യുമ്പോഴുള്ള നിബന്ധന? പല സഹോദരിമാർക്കും തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ തൗബ ചെയ്യണമെന്ന് അറിയില്ല ഉസ്താദേ, എങ്ങനെയാണ് തൗബ ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാറുണ്ട്. പണ്ട് വനിതാ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പല സഹോദരിമാരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ തൗബ ചെയ്യുന്നത്? തൗബ ചെയ്യുന്ന പറയുമ്പോൾ വലിയ ആനക്കാരിയൊന്നുമല്ല. നമ്മൾ അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? തൗബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങുക എന്നാണ്. നമ്മൾ ചെയ്തു പോയ പാപത്തെ തൊട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു 4 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നമ്മൾ പാലിച്ചിരിക്കണം. അപ്പോഴാണ് തൗബ സ്വീകരിക്കപ്പെടുന്നത്. എന്താണ് ആ നിബന്ധന? ഒന്നാമത്തെ നിബന്ധന ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക എന്നതാണ്. നമ്മൾ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ ഹൃദയത്തിൽ യാതൊരു വിഷമവുമില്ല, ഒരു ദുഃഖവുമില്ല എങ്കിൽ അവിടെ ഖേദമില്ല. നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ നമ്മുടെ മനസ്സിലൊരു വിഷമമുണ്ടാകണം, ഒരു ദുഃഖമുണ്ടാകണം, ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു വേദന നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അപ്പോൾ ചെയ്തു പോയ ചെയ്തു പോയ ദോഷങ്ങളുടെ പേരിൽ നമ്മൾ ഖേദിച്ചു മടങ്ങുക. അതാണ് ഒന്നാമത്തെ നിബന്ധന. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ
ഞാൻ ചെയ്തു പോയ എല്ലാ പാപത്തെ തൊട്ടും അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു റഹ്മാനെ എന്ന് നമ്മൾ ആ നിയത്ത് വെക്കണം. രണ്ടാമത്തെ ആ നിബന്ധന എന്താണ്? ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. നമ്മൾ ചെയ്തു വന്നിരുന്ന പല ദോഷങ്ങളും ഉണ്ടാകും. കഴിഞ്ഞ നിമിഷം വരെയും നമ്മൾ പതിവായി ചെയ്യുന്ന ദോഷങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യുന്ന ദോഷങ്ങളുണ്ടാകാം. ആ ദോഷത്തെ തൊട്ട് ആ ദോഷങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടു നിൽക്കണം. റഹ്മാനെ, ഞാൻ ചെയ്തു വന്നിരുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും ഞാനിതാ വിട്ടു നിൽക്കുന്നു റഹ്മാനെ എന്ന് നമ്മൾ നിയത്ത് ചെയ്യണം, അള്ളാഹുവിനോട് പറയണം. മൂന്നാമത്തത് എന്താണ്? തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. തെറ്റിലേക്ക് ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല, ഞാൻ ചെയ്തു വന്നിരുന്ന ഒരൊറ്റ തെറ്റിലേക്കും ഇനി ഞാൻ മടങ്ങിപ്പോവുകയില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം, നമ്മുടെ ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്യുക, റബ്ബിനോട് അത് പറയുക. നാലാമത്തെ നിബന്ധനയാണ് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത്. മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലവനെയും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. വല്ലവനെയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ കണ്ട് പൊരുത്തപ്പെടിക്കണം. അതുപോലെ വല്ലവനും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവനെ കടം വാങ്ങിയിട്ട് അവനെ ഡേറ്റും കഴിഞ്ഞ് അവനെ പറ്റിച്ച് നടക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ട് അവന് കൊടുക്കാനുള്ള പൈസ ഞാൻ ഇന്ന ഡേറ്റിൽ തരാം, നിന്നെ പറ്റിച്ചതിന് ഇത്ര ദിവസം ഞാൻ തരാതിരുന്നതിന്, ഞാൻ ഡേറ്റിൽ വാക്ക് പാലിക്കാതിരുന്നതിന് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് അവന് കൊടുക്കാവുന്ന ഒരു ഡേറ്റും അവന് നമ്മൾ വാങ്ങിയെടുക്കണം. അങ്ങനെ ചെയ്താൽ, അങ്ങനെ മനുഷ്യരുമായിട്ടുള്ള ഹക്കുകൾ, മനുഷ്യരുമായിട്ടുള്ള ബാധ്യതകൾ അത് മനുഷ്യരുമായി തന്നെ ബന്ധപ്പെട്ട് അത് പരിഹരിക്കുക. എന്നിട്ട് തൗബ ചെയ്താലേ തൗബ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 നിബന്ധനകൾ നമ്മൾ തൗബ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്ത ദോഷങ്ങളുടെ പേരിൽ നമുക്ക് ഖേദമുണ്ടാവുക, ഖേദിച്ചു മടങ്ങുക. 2, നമ്മൾ ചെയ്തു വന്നിരുന്ന ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ വിട്ടുനിൽക്കുക. അതുപോലെ ഇനി ഒരിക്കലും ആ പാപങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക. 4മത്തത്, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ക്ലോസ് ചെയ്ത് പൊരുത്തപ്പെടിക്കുക, കൊടുക്കാനുള്ളത് കൊടുക്കുക, അത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും അത് കാരണമായി അള്ളാഹു പുറത്തു തരുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ അറിഞ്ഞും അറിയാതെയും പല പാപങ്ങളും ചെയ്തവരാകാം. അറിഞ്ഞും അറിയാതെയും പല പാപങ്ങളും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. എപ്പോഴും നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. അതുപോലെ ഈ തൗബ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തൗബ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളിപ്പോൾ തൗബ ചെയ്യാൻ പോവുകയാണ്, എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു ദിവസം, നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മോശമായൊരു സ്ഥലത്തേക്കാണ് ആ ടൂർ ഉള്ളത്. ആ ടൂറിനൊക്കെ പോകാൻ ബുക്ക് ചെയ്ത് ടിക്കറ്റും എടുത്ത് വെച്ചിട്ട് ഇവിടെ തൗബ ചെയ്താൽ സ്വീകരിക്കുമോ? കാരണം പാപം ചെയ്യാൻ തയ്യാറെടുപ്പെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്, അതും ക്യാൻസൽ ചെയ്യണം. അങ്ങനെയുണ്ട്. നമ്മൾ ഒരു തെറ്റിലേക്ക് പോകാനുള്ള തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ, ഒന്നുകിൽ സിനിമയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ നാടകത്തിന് പോകാൻ, അല്ലെങ്കിൽ മോശമായ സ്ഥലത്തേക്ക് ഒരു ടൂറ് പോകാൻ നമ്മൾ ടിക്കറ്റ് എടുത്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരാഴ്ച മുമ്പ് 2 ദിവസം മുമ്പ് തൗബ ചെയ്യുകയാണ്. അപ്പം തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു വെച്ചിട്ട് തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞു പോയ പാപങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, ഇനി പാപം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങണം, എന്നിട്ട് തൗബ ചെയ്യണം. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്തിരിക്കണം. അസ്രായിൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ, റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തിയതിന് ശേഷം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് മരണം ആസന്നമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയതിന് ശേഷം നമ്മൾ തൗബ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണമെന്ന് അതാ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി, ഒരടിമയുടെ തൗബ അല്ലാഹ് സ്വീകരിക്കുന്നതാണ്, മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം. റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം അള്ളാഹു തൗബ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴി എത്തിക്കഴിയുമ്പോൾ കിടന്ന് തൗബ ചെയ്തിട്ട് തൗബ സ്വീകരിക്കൂല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇപ്പോൾ കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അങ്ങനെ ഒരു ദിവസം സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചത് കണ്ടാൽ പിന്നെ തൗബയുടെ വാതിൽ ക്ലോസ് ചെയ്യപ്പെടുന്നതാണ്. തൗബയുടെ വാതിൽ ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. പിന്നെ നിങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക കാലത്തെ സംബന്ധിച്ചിടത്തോളം അതാ ഒരു ദിവസമെങ്ങാനും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചത് കണ്ടാൽ അതാ എല്ലാവരും വേണമെങ്കിൽ മൊബൈൽ എടുത്തുകൊണ്ട് വീഡിയോ പിടിക്കാൻ ഓടും. അത് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനുള്ള തിരക്കിലായിരിക്കും ഇന്നത്തെ സമൂഹം. അങ്ങനത്തെ അവസ്ഥയാണ്. ഇതെന്താണെന്ന് അറിയത്തില്ല. പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്നും തൗബയുടെ വാതിൽ ക്ലോസ് ചെയ്യുന്ന ദിവസമാണെന്നും അറിയാത്ത എത്രയോ മുസ്ലിമീങ്ങളുണ്ട്. വേണമെങ്കിൽ അവർ ചെയ്യുന്നത് എന്തായിരിക്കും? അതാ നോക്കിക്കോ, നമുക്ക് ഒരു അത്ഭുതം കിട്ടിയതുപോലെ മൊബൈൽ എടുത്തുകൊണ്ട് വേണമെങ്കിൽ വീഡിയോ പിടിക്കാൻ ഓടും. അതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി സംഭവിക്കുന്ന ഒന്നാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തൗബ ചെയ്തിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോ ദിവസവും, എല്ലാ ദിവസവും നമ്മൾ തൗബ ചെയ്തിരിക്കണം. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് റബ്ബിനോടെല്ലാം ഏറ്റുപറയണം, റഹ്മാനെ, എന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ, എന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. തൗബ ചെയ്യേണ്ടതുണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞു, നമ്മൾ തൗബ ചെയ്താൽ അല്ലാഹ് തൗബ സ്വീകരിക്കുന്നതാണ്, നമ്മൾ തൗബ ചെയ്താൽ അല്ലാഹ് പുറത്തു തരുന്നതാണ്. നിങ്ങൾ പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ പുറത്തു തരാം. പക്ഷേ പൊറുക്കലിനെ ചോദിക്കാൻ പലരും തയ്യാറാകുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ തൗബ എല്ലാ ദിവസവും തൗബ ചെയ്യണം. കരഞ്ഞ് അള്ളാഹിനോട് പറയണം. ഒന്നുകിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം അവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ച് അവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിച്ച് അവിടെ ഇരിക്കുമ്പോൾ ആ നിസ്കാരപ്പായിരുന്നു കൊണ്ട് തൗബ ചെയ്യുക. അള്ളാഹു എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് അള്ളാഹുനോട് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തൗബ ചെയ്യുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പാപങ്ങൾ സംഭവിക്കുകയും എന്നാൽ ആ സംഭവിച്ചു പോയ പാപങ്ങളുടെ മേൽ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ, ഖേദിച്ച് മടങ്ങുകയും ചെയ്താൽ അള്ളാഹുവിന് അങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എത്ര പാപം ചെയ്താലും ഇനി എനിക്ക് അള്ളാഹ് പുറത്തു തരൂല, എൻ്റെ കാര്യം ഘട്ടത്തിലായി, ഞാൻ ഇനി നരകത്തിലാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും അള്ളാഹിനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ പാടില്ല. അള്ളാഹ് എന്നെ നരകത്തിലിടും, ഞാൻ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് അള്ളാഹ് എന്നെ നരകത്തിലിടും, എനിക്കിനി രക്ഷയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നാണ്. എത്ര വലിയ പാപിയായ ഒരു മനുഷ്യൻ നമ്മുടെ സമീപത്ത് വന്നിട്ട്, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ്, എനിക്ക് അള്ളാഹ് പുറത്തു തരുമോ എന്ന് ചോദിച്ചാൽ, നിനക്ക് അള്ളാഹ് പുറത്തു തരില്ലടാ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അവൻ ചിലപ്പോൾ നമ്മൾ പോലും ഊഹിക്കാത്ത അത്ര വലിയ പാപിയായിരിക്കും. എന്നാൽ പോലും അവനോട് അള്ളാഹു പുറത്തു തരില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹദീസിൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ട്, ഹദീസിൽ അങ്ങനെയുള്ള ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എത്ര വലിയ പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അവൻ പൊറുക്കലിനെ ചോദിച്ചാൽ, അവൻ തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലിയാൽ, അതാ രാവിലെയും വൈകുന്നേരത്തും ഓരോ പ്രാവശ്യം ചൊല്ലിയാൽ, ആ ദിവസം അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്.
അതുപോലെ തന്നെ മറ്റൊരു ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലിയാൽ അതാ കടലിലെ തിരമാലകൾ അടിക്കുമ്പോൾ ആ തിരമാലകൾ അടിച്ചു കഴിയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുമിളകളില്ലേ, കുമിളകൾ, കോടിക്കണക്കിനായ കുമിളകൾ, ആ കുമിളകളേക്കാൾ പാപങ്ങൾ, ആ കുമിളകളുടെ എണ്ണം എത്രയാണോ, ആ തിരമാലകൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കുമിളകളുടെ എണ്ണം എത്രയാണോ, ആ എണ്ണത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ പാപങ്ങൾ ഉണ്ടായാലും ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഏതാണ് ആ ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണം. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ചൊല്ലണം. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും കഴിയുന്നവരൊക്കെ ചൊല്ലണം. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. എല്ലാവരും ദുആരക്കുമ്പോൾ എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആരക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.